Hi my lovelies, welcome back to another video of Listen with Chris. ഇന്നത്തെ നമ്മുടെ topic is about self-talk. Self-talk is something you have to practice every day. Self-talk is nothing but simply understanding your inner soul or your inner voice. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഈ കൊച്ചെന്താ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്, ഈ കൊച്ച് ഓക്കെ ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. ബട്ട് എല്ലാ കൊച്ചുങ്ങളും ഓക്കെയാണ്. ബട്ട് ഇറ്റ്സ് ഹൈ ടൈം യു ഹാവ് ടു പ്രയോറിറ്റൈസ് ആസ് വെൽ ആസ് നോർമലൈസ് സെൽഫ് ടോക്ക്. ഇനി എങ്ങനെയാണ് സെൽഫ് ടോക്ക് നടത്തേണ്ടത്? സെൽഫ് ടോക്കിന് നമ്മൾ മെയിനായിട്ട് വേണ്ടത് എ ക്വയറ്റ് പ്ലേസ് ആണ്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ജസ്റ്റ് ബിഫോർ യു ഗോ ടു ബെഡ്, സിറ്റ് ഡൗൺ, calm yourself, call you by your name and ask, dear, how was your day? What are the good or bad things happened? Are you okay? And how we can tackle it or how we can improve yourself in the future. ഈ ക്വസ്റ്റ്യൻസോട് കൂടെ സെൽഫ് ടോക്ക് എന്ന് പറയുന്ന സെഷൻ അവസാനിക്കും. അങ്ങനെ നമ്മൾ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ബിഫോർ ഗോയിങ് ടു ബെഡ് ആസ്കിങ് ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഫൈൻഡിങ് സൊല്യൂഷൻസ് ആൻഡ് ദെൻ ഗോയിങ് ബാക്ക് ടു സ്ലീപ്പ്, യു വിൽ സ്ലീപ്പ് ലൈക്ക് എ ബേബി. ഓക്കെ, അങ്ങനെ ഈ സെൽഫ് ടോക്ക് നടക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ വി വിൽ ബി ഏബിൾ ടു ടാക്കിൾ any difficult situations, okay, and we can control ourselves. നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഫീലിങ്സും എല്ലാം ഒരു ലിമിറ്റ് വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ദർ ആർ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് വെൻ യു സെൽഫ് ടോക്ക് ടു യുവർ സെൽഫ്. നമ്മൾ സെൽഫ് ടോക്ക് നടക്കുമ്പോൾ ജസ്റ്റ് ടെൽ യുവർ സെൽഫ് യു ലവ് ഹർ. ഓക്കെ, നമ്മൾ കണ്ണടച്ച് നമ്മൾ പറയാം, ഡിയർ ഐ ലവ് യുവർ ഇംപെർഫെക്ഷൻസ്. എൻ്റെ ഇംപെർഫെക്ഷൻസ് എല്ലാം എനിക്കിഷ്ടമാണ്. ബട്ട് ഹൗ ക്യാൻ വി ഇംപ്രൂവ്? ഓക്കെ, സോ ദാറ്റ് യു ക്യാൻ ഇൻക്രീസ് യുവർ സെൽഫ് വർത്ത്. നിൻ്റെ കോൺഫിഡൻസും നിൻ്റെ സെൽഫ് വർത്തും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു ടയറിങ് ഡേ കഴിയുമ്പോൾ നമ്മൾ ഇരുന്ന് ചോദിക്കുക, ഡിയർ ഐ നോ യു ആർ ടയേർഡ് ബട്ട് ഐ എം പ്രൗഡ് ഓഫ് യു ഡിസേർവ് എ ഗുഡ് റെസ്റ്റ്. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സോൾ തന്നെ ഹാപ്പി ആയിരിക്കും, നമ്മുടെ ഇന്നർ വോയിസ്. ഓക്കെ, അവർക്കൊന്നും പറയേണ്ട ആവശ്യമില്ല, യു അണ്ടർസ്റ്റാൻഡ് യുവർ ഇന്നർ വോയിസ് അല്ലേ? അപ്പം ഇതൊക്കെയാണ് സെൽഫ് ടോക്കിൽ നമ്മൾ നടത്തേണ്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യുവർ സെൽഫ് ടോക്ക് ഇസ് ഓൾവേസ് പോസിറ്റീവ്. നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. യു can discuss with yourself what are the bad things happened, but never find a negative solution or don't go to a conclusion that ഇതിങ്ങനെയാണ്. നോ, ഇത് ഇങ്ങനെ ആവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയേണ്ടത്. ഓൾവേസ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. പിന്നെ ആൾക്കാരെല്ലാം എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാൽ ദേ ഡോണ്ട് ടോക്ക് ടു യുവർ സെൽഫ്, ഐ മീൻ ദംസെൽഫ് അല്ലേ? അവരാദ്യം പോകുന്നതൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തായിരിക്കണം. നമ്മളായിരിക്കണം നമ്മുടെ സൈക്കാട്രിസ്റ്റ്. മനസ്സിലായില്ലേ? നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് നടത്തുന്ന സെഷൻ ഒരു 5 മിനിറ്റ് നമ്മളോട് കാമായിട്ടിരുന്ന് ചോദിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. സോ ബി യുവർ സൈക്കാട്രിസ്റ്റ്, ടെൽ യുവർ സെൽഫ് യുവർ പ്രോബ്ലംസ് ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻസ്. പിന്നെ ഈ ഒരു വീഡിയോ കഴിയുമ്പം ഒരു ചെറിയ കോട്ടോടുകൂടെ ഞാൻ പറയാം, ഇഫ് എ ഫ്ലവർ ഡസൻറ്റ് ബ്ലൂം, ഡു യു ബ്ലെയിം ദ ഫ്ലവർ ഓർ ദ എൻവയൺമെൻറ്റ്? ഒബ്വിയസ്ലി യു വിൽ ബ്ലെയിം ദി എൻവയൺമെൻറ്റ് അല്ലേ? അവരുടെ ക്ലൈമറ്റ്, അതിൻ്റെ സോയിൽ, അല്ലെങ്കിൽ പലതരം നമ്മൾ അതിൻ്റെ എൻവയൺമെൻറ്റിനെയാണ് നമ്മൾ ബ്ലെയിം ചെയ്യുന്നത്. ഒരിക്കലും ഫ്ലവറിനെ നമ്മൾ ബ്ലെയിം ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾക്കുണ്ടാകുന്ന ഓരോരോ സിറ്റുവേഷനിൽ നമ്മളുണ്ടാക്കിയ എൻവയൺമെൻറ്റിനെ ആയിരിക്കണം ബ്ലെയിം ചെയ്യേണ്ടത്, നമ്മളെ ആയിരിക്കരുത്. ഓക്കെ, നിങ്ങൾക്കൊരു അഴുക്ക് കാര്യം ഇന്ന് നടന്നു എന്ന് കരുതിയിട്ട് നിങ്ങളെയല്ല ബ്ലെയിം ചെയ്യേണ്ടത്. ഡോണ്ട് ബി നെഗറ്റീവ്. ഓക്കെ, അത് എങ്ങനെ ടാക്കിൾ ചെയ്ത് ഒരു ബെറ്റർ സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതിലാണ് കാര്യം. സോ ലെറ്റ്സ് ഹാപ്പിനെസ് റോൾ ഓൺ. ലവ് യു.